സെപ്റ്റംബർ മാസം 29-ാം തീയതിയിലേക്ക് വെൽഡർ എക്സാം വരാൻ വേണ്ടി പോകുന്നു. നമുക്കറിയാം ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായി പുതിയൊരു അവസരമാണ് നമുക്ക് PSC നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഓൾറെഡി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. 735/2024 ഈ നോട്ടിഫിക്കേഷൻ. ദാറ്റ് മീൻസ് അതിന്റെ കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി കുറെ ആൾക്കാർ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ BTech കഴിഞ്ഞവർക്കും ഒക്കെ കിട്ടുന്ന ഒരു അവസരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ പോസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് വെൽഡർ എന്ന് പറയുന്നത് തസ്തിക തന്നെയാണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് ഈ ഒരു തസ്തിക വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം. എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് 29/9/2025 മൺഡേ എന്ന ആ ദിവസത്തിലായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമുക്കറിയാം PSCയുടെ പുതിയൊരു ഇത് വെച്ചിട്ട് നമുക്കറിയാം ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 12/7/2025 ആണ്. അതിന് മുൻപേ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി തന്നെ നമ്മുടെ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ എക്സാം എഴുതും എന്നുള്ള ഉറപ്പ് നമ്മൾ PSCയിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ 3891 പേർ മാത്രമാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി PSC നമുക്ക് ഈ കൺഫർമേഷൻ ഡേറ്റിന് ശേഷം, അതായത് ഈ 12/7/2025 ശേഷം നമുക്ക് ഒരു ലിസ്റ്റും കൂടെ തരും. ആ ലിസ്റ്റിൽ കൃത്യമായി എത്ര ആൾക്കാരാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നോക്കി നമുക്ക് കൃത്യമായി ഇതിനെ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത് എന്ന ആൾക്കാരുടെ എണ്ണം കൂടെ നമ്മൾ PSC നമ്മൾ അറിയിക്കുന്നുണ്ടാവും. നമുക്കറിയാം ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3000-4000 അടുത്ത ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൽ ഏകദേശം ഒരു 40 മുതൽ 50% ആൾക്കാർ വരെ നോക്കി ആ ഒരു കൺഫർമേഷൻ കൊടുക്കാതെ പോകാറുണ്ട് എല്ലാ എക്സാമുകൾക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ബിലോ 2000 ആയിരിക്കും നമ്മുടെ കോമ്പറ്റീഷൻ ലെവലായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും അധികം കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കൊരു രീതിയിലുള്ള ഒരു എക്സാം അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇതിന് മുന്നിലേക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാരും BTech കഴിഞ്ഞ ആൾക്കാരും നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു എക്സാം ഉണ്ട്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കാൻ വേണ്ടി പോകുന്ന എക്സാം. അപ്പോൾ ഈ ആ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇതിൽ വേക്കൻസികൾ വരുന്ന ഒരു പോസ്റ്റാണ്. നമുക്ക് ഇനി അതിനുശേഷം ഇപ്പോൾ ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ലിസ്റ്റ് അതിനുണ്ടെങ്കിൽ കൂടെയും നമുക്ക് ആ ലിസ്റ്റിന് ശേഷം നമുക്ക് ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, ആ ഒരു പുതിയ ലിസ്റ്റ് വരുന്നതോടുകൂടി അതിലേക്ക് കൂടുതൽ നോക്കിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തുടരെ എക്സാമുകൾ ഒരേ സിലബസ് അനുസരിച്ചുള്ള എക്സാമുകൾ വരുന്നതിന് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുക, കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് ആ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ്. സപ്പോസ് നമുക്ക് ആ ഒരു സെയിം സിലബസ് വെച്ച് തന്നെ നമുക്ക് 1-2 എക്സാം ഒക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ചാൻസസ് കൂടുതലാണ് അല്ലെ. അപ്പോൾ ആ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കൺഫേം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇനി കൃത്യം കിട്ടാൻ വേണ്ടി പോകുന്ന കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കി നമുക്കറിയാം ഓൾറെഡി നമുക്ക് ഇതിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. പോസ്റ്റിന്റെ പേര് വെൽഡർ എന്നാണ്. അതിന്റെ തസ്തികയിൽ നമ്മളെ ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 25,100 മുതൽ 57,900 വരെയാണ് ആ ഒരു സാലറി സ്കെയിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടാവും, നോക്കി നമുക്ക് ഏകദേശം 25,000 രൂപയാണ് ഇതിന് ബേസിക് പേ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സർക്കാർ ദാറ്റ് മീൻസ് കേരള ഗവൺമെന്റ് നമുക്കൊരു പുതിയ സാലറി റിവിഷൻ വരാൻ വേണ്ടി പോവുകയാണ്. കാരണം ഓൾറെഡി നമുക്ക് വന്ന് 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2019 ലാസ്റ്റ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി 2024 കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു 5 വർഷ കാലയളവ് കഴിഞ്ഞ് നോർമലി 5 വർഷത്തിനുള്ളിലാണ് അടുത്തൊരു റിവിഷൻ വരാറുണ്ടാവുക. അപ്പോൾ ആ ഒരു റിവിഷൻ വരുന്നതോടുകൂടി പുതിയ റിവിഷൻ വരുന്നതോടുകൂടി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, പുതിയ റിവിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്കറിയാം ഈ ഒരു ബേസിക് പേ ഉറപ്പായിട്ടും ചേഞ്ച് ആകും. ആ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് പുതിയ റിവിഷൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു പേ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി നല്ലൊരു പേയ്മെന്റോട് കൂടി തന്നെ നമുക്കൊരു എൻട്രി കിട്ടുകയാണ് നമ്മുടെ സർക്കാർ സർവീസിലേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതിന് വേക്കൻസി എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ടാവുക. ഒരു വേക്കൻസി എന്നായിരിക്കും. മക്കളെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്, നമുക്ക് ജോലി വേണ്ടത് ഒരാൾക്കാണ് അല്ലെ. ഒരാൾക്ക് ജോലി കിട്ടിയാൽ മതി. ആ ഒരാള് നമ്മളാണെന്നുള്ള കോൺഫിഡൻസ് തന്നെ, അത്രയും കോൺഫിഡൻസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എനിക്ക് വേണ്ടത് ഒരു ജോലിയാണ്, ആ ജോലി അതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി അവിടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ, അത് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഒരിക്കലും നമ്മൾ അതിനെ കണ്ട് കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരൊറ്റ വേക്കൻസി ഞാൻ പഠിച്ചാൽ കിട്ടില്ല എന്ന രീതിയിൽ ഒന്നും ആലോചിക്കാതെ എന്തായാലും ഒരാൾക്ക് ആ ജോലി കിട്ടും, ആ ആള് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് PSC ഇപ്പോൾ ഓൾറെഡി നമ്മളെ നോക്കി കൃത്യമായി തന്നെ നമുക്ക് ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും സംശയം IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കില്ലേ, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ PSC നമുക്ക് ഇതിന്ന് റിക്രൂട്ട് ചെയ്ത ആൾക്കാരുടെ നോക്കി ഈ
ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം NTC വെൽഡറിന്റെ ഹയർ ഓർ ഈക്വലന്റ് ആയിട്ട് നമുക്ക് SCVT വെൽഡറും തന്നിട്ടുണ്ട്. അതുകൂടാതെ നോക്കിയേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിടെക്കോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കൃത്യമായിട്ട് അപ്പിയർ ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെന്റിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും എന്ന സൂചന തന്നെയാണ് PSC നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആ ക്വാളിഫിക്കേഷൻ ഒക്കെ ഭയന്നുകൊണ്ട് പഠനം പകുതിയിലാക്കേണ്ട കാര്യമില്ല. പഠിക്കുക മക്കളെ, കൃത്യമായി നമുക്കായിട്ടുള്ള ജോലിയാണ് അത് എന്നുള്ള ഉറപ്പിൽ തന്നെ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു നോക്കിയ ഒരു സിലബസ് കൃത്യമായി നമുക്ക് എക്സാം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അതിൻ്റെ ഒരു സിലബസിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു കൃത്യമായുള്ള സിലബസ് നമുക്ക് PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 735/2024 എന്ന് പറയുന്ന വെൽഡർ ട്രാൻസ്പോർട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്ക് വരുന്ന വെൽഡർ എന്ന് പറയുന്ന തസ്തിയിലേക്കുള്ള കൃത്യമായുള്ള സിലബസ് നമുക്കറിയാം. നോക്കിയ ട്രേഡ്സ്മാൻ വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തൊട്ട് മുന്നത്തെ മാസങ്ങളിൽ നമുക്ക് എക്സാം നടക്കുകയുണ്ടായി. അപ്പോൾ അവിടെ കൃത്യമായ ഒരു സിലബസ് തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സിലബസ് തന്നെയാണ്, അതായത് നിമി ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ഈ ഒരു എക്സാമിന് വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അപ്പോൾ അത് തന്നെയായിരിക്കും ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമിന് വരാൻ സാധ്യതയുള്ള നമ്മളൊരു കൃത്യമായി ടെൻഡേറ്റീവ് ആയുള്ള സിലബസ് ആണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന പഠനം നമുക്ക് എന്ത് ചെയ്യും, നമുക്കറിയാം അടുത്ത വർഷം നടക്കാൻ വേണ്ടി പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ ഈ ഒരു വർഷം ലാസ്റ്റിലായിട്ട് അല്ലെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമിനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് അത്രയും ആ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കഴിയും. നോക്കി 9ാം മാസമാണ് എക്സാം നടക്കുന്നത് അല്ലേ, ഒരു 3 മാസം കഴിഞ്ഞ് അവിടെ ജനുവരിയിൽ അടുത്ത എക്സാം വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒന്ന് ബ്രഷപ്പ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായി റിവൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ കൃത്യമായി ഈ സിലബസ് ഈ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സിലബസ് എങ്ങനെയാണ് വരുന്ന കാലം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓവർ ചെയ്ത് പറഞ്ഞു പോകാം. ഹാൻഡ് ടൂൾസിൽ നിന്ന് വിവിധ തരത്തിലുള്ള ഹാൻഡ് ടൂൾസിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. അതേപോലെ ഗ്യാസ് കട്ടിംഗ് നിന്ന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ കാണണം. ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത് വളരെ വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതിൽ നിന്ന് ചോദിക്കാൻ വരാൻ വേണ്ടി പോകുന്ന ചോദ്യം 15 മാർക്കിനായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു മൊഡ്യൂൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് അത്രയും നോക്കി ബേസ് ലെവൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക, സെറ്റ് ആക്കാനായിട്ട് നോക്കുക. അതേപോലെ ആർക്ക് വെൽഡിംഗ് നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. അത്രയും കാര്യങ്ങൾ അവിടുന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വൃത്തിയിൽ പഠിച്ച് അതിന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന് എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം ഇവിടെ റാങ്ക് ബേക്ക് ചെയ്യപ്പെടുന്നത് ആ രീതിയിലുള്ള നോക്കിയ കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം പഠിച്ച് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ദെൻ അവിടെ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW നിന്ന് 15 മാർക്കിനാണ് വെയിറ്റേജ് വരുന്നത്. അതും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് GTAW എന്ന് പറയുന്നത് 20 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിലെയും കാര്യങ്ങൾ വളരെ കൃത്യമായി ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുകൾ വരുന്നുണ്ട്. അത് നമുക്കറിയാം സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആയാലും തെർമൈറ്റ് വെൽഡിംഗ് ആണെങ്കിലും ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ആണെങ്കിലും അതിലെല്ലാം 15 മാർക്കിന് 15 ക്വസ്റ്റ്യൻസ് അവിടെ പ്രതീക്ഷിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇനി ഇത് വെൽഡ് ചെയ്ത ശേഷം അതിന് ഇൻസ്പെക്ഷനും അതിന് ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് PSCയുടെ സിലബസിൽ പറയുന്നത്. ദെൻ 9ാമത്തെ മൊഡ്യൂൾ വരുമ്പോൾ നമുക്കറിയാം പ്ലാസ്മ കട്ടിംഗ് ആണ്. അവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ്, 2 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദെൻ ഫൈനലി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വെൽഡിംഗിൽ നിന്ന് 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കൃത്യമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി സിലബസ് എല്ലാം ഓൺ ടൈമിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സെറ്റ് ആക്കിയിരിക്കുക, ക്ലിയർ ചെയ്തിരിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ കാര്യം. അപ്പോൾ നമ്മളെ നോക്കിയാൽ മറന്നു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൺഫർമേഷൻ ലാസ്റ്റ് ഡേറ്റ് 12/7/2025 വരുന്നുണ്ടാവുക. അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്ത് ഇനിയുള്ള സമയങ്ങളിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. സിലബസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ചെടുക്കുക. നോക്കി കൃത്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. നമുക്കറിയാം ഇവിടെ സൈലം ടെക്നിക്കലിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോഴ്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള സിലബസ് തന്നെയാണ് ടെൻഡേറ്റീവ് സിലബസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി പഠിപ്പിച്ച് ടോപ്പിക് വൈസ് ആയ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിച്ച് അത് ക്ലിയർ ചെയ്യിപ്പിച്ച് സബ്ജക്ട് വൈസ് ആയ ടെസ്റ്റുകൾ തന്ന് അത് ക്ലിയർ ചെയ്യിപ്പിച്ച് പിന്നെ നമ്മൾ 100 മാർക്കിന്റെ നമ്മൾ എക്സാം പാറ്റേണിൽ എങ്ങനെയാണോ എക്സാംസ് വന്നുകൊണ്ടിരിക്കുന്നത് ആ പാറ്റേൺ അനലൈസ് ചെയ്തുകൊണ്ടുള്ള 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളെ മാക്സിമം കോൺഫിഡന്റ് ആക്കി തന്നെയായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ടുള്ള ഫാക്കൽറ്റി പൂളെല്ലാം നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി പൂളുകൾ തന്നെയായിരിക്കും നമുക്ക് കൃത്യമായി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ കൃത്യമായി ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ 1ാം റാങ്കിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്കറിയാം ജൂലൈ 4-നായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് കൃത്യമായി ലോഞ്ച് ആകുന്നുണ്ടാവുക. അപ്പോൾ ആ ലോഞ്ച് ആകുന്ന കോഴ്സിലേക്ക് വരുന്ന ഫീസ് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ രീതിയിൽ ഇവിടത്തെയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടില്ല, കേരളത്തിൽ കിട്ടില്ല. ഇത്രയും നല്ല ക്ലാസ്സുകൾ ഇത്രയും കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരുന്ന കോഴ്സ്
കോഴ്സിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 2499 രൂപ മാത്രമാണ്. അപ്പോൾ ഇത്രയും ഫീസുകളെല്ലാം കൃത്യമായി തന്നുകൊണ്ട് തന്നെ മീൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കോഴ്സിലേക്ക് ലോഞ്ച് ആവേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയത്തിനും അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയിടാം. 9995100800 എന്ന് പറയുന്ന ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ലോഞ്ച് ആവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി, ഒരു ടീച്ചിങ് ഒക്കെ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജോലിയൊക്കെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന ആ ഒരു നമ്മളെ കോഴ്സിലേക്ക്, അത്രയും പ്രൈം ആയിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ടാവുക നോക്കി ജൂലൈ 4-നായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും ജൂലൈ 4 നമുക്ക് കൃത്യമായി തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ട് സെറ്റാക്കി പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി ഇവിടെ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ നിങ്ങളെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് വരിക. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.